ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടതാണ്. ഇപ്പോൾ കൊറോണ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ജാഗ്രതയായി ഇരിക്കണം. പിന്നെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഒരു ഹാൻഡ് വാഷ് ഉണ്ടാക്കാൻ പോകണം. ഈ കൊറോണ സാഹചര്യം ആയതുകൊണ്ട് നമുക്കൊക്കെ ഇപ്പോൾ ഹാൻഡ് വാഷിന് നല്ല ചിലവാണ് വരുന്നത്. നമ്മുടെ ഡെയിലി ലൈഫിൽ ഇപ്പോൾ അത് നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സാധനം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഹാൻഡ് വാഷും അതേപോലെ മാസ്കൊക്കെ സാനിറ്റൈസറൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഹാൻഡ് വാഷിന് നമ്മൾ കുറേ ചിലവ് വരുന്നുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ കുറേ ചിലവ് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെറിയ രീതിയിൽ നമ്മളെ വീട്ടിൽ സോപ്പ് കൊണ്ട് നമ്മൾ ഡെയിലി ആയി യൂസ് ചെയ്യേണ്ട സോപ്പ് അതുകൊണ്ട് എങ്ങനെ ഈസിയായി സിമ്പിളായി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തേക്കെന്ന് വെച്ചാൽ ലക്സ്, ഇതൊരു 75 ഗ്രാമിൽ ലക്സാണ്. പിന്നെ ഞാൻ ഗ്ലിസറിൻ എടുത്തു. ഗ്ലിസറിൻ എന്തിനാ വെച്ചാൽ ഞാൻ ഇതിൻ്റെ രണ്ടിനും കമ്പാരിസൺ നോക്കാനാണ്. ഗ്ലിസറിൻ ഉപയോഗിച്ചുള്ള ഹാൻഡ് വാഷും ഗ്ലിസറിൻ ഇല്ലാതെയുള്ള ഹാൻഡ് വാഷും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഈ ഗ്ലിസറിനാണ്, ഇതൊരു 18 രൂപേൻ്റെ ഒരു ബോട്ടിലാണ്. ഇത് വേണ്ടവർ മേങ്ങിയാൽ മതി. ഇതിപ്പോൾ നമ്മൾ ഇന്ന് കമ്പാരിസൺ നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്തൊക്കെ വ്യത്യാസം. എന്നിട്ട് നിങ്ങൾ ഗ്ലിസറിൻ ഉള്ളതാണോ അല്ലാത്തതാണോ നിങ്ങൾക്ക് എളുപ്പം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് അങ്ങനത്തെ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമ്മളിവിടെ എടുത്തേക്കൊണ്ടൊക്കെ നല്ല പഴയ പാത്രങ്ങളാണ്. ഇതൊക്കെ നമ്മൾ ഒഴിവാക്കിയ പാത്രമാണ്. പിന്നെ ഈ സോപ്പ് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഞങ്ങളിവിടെ ഒഴിവാക്കിയ സാധനമാണ്. അത് ഇത്ര ഭംഗിയുള്ളൂ. ഇത് നമ്മൾ ഒഴിവാക്കിയ സാധനമായിരുന്നു. അപ്പോൾ നമ്മളൊന്ന് വൃത്തിയാക്കി എടുത്തതാണ്. ഇനി വൃത്തിയാവണില്ല, എത്ര വൃത്തിയാവണുള്ളൂ. അപ്പം നമ്മൾ ഇതായിട്ട് നമ്മളൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. പുതിയ സാധനം എടുക്കുന്നതിനും കുഴപ്പമില്ല, പക്ഷേ ഇത് നമ്മൾ സോപ്പൊക്കെ ഉപയോഗിച്ചാൽ ഇതിനുള്ളിൽ നിന്ന് പോകാൻ പണിയൊക്കെ വരും. അപ്പം നമ്മൾ പിന്നെ കഴിക്കുന്ന ഭക്ഷണത്തിലായാൽ അതൊരു കേടല്ലേ, അതായിട്ട് പിന്നെ പുതിയ സാധനം എടുക്കാത്തത്. അപ്പോൾ ഈ പഴയ സാധനം നമുക്ക് പിന്നെ നമുക്ക് ഏതായാലും ആവശ്യമില്ലല്ലോ. അപ്പം നമുക്ക് ഇങ്ങനത്തിനൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാ നമ്മളെ സോപ്പ് മുഴുവനും ഇതേമാതിരി ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്തെടുക്കണം. പിന്നെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഈ അറിവ് നിങ്ങളെല്ലാവർക്കും എത്തിച്ചു കൊടുക്കണം. അതായത് നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിനും അതുപോലെ തന്നെ നിങ്ങളെല്ലാവർക്കും. അപ്പോൾ അവർക്കൊരു സഹായമാവുമല്ലോ. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ലക്സ് സോപ്പാണിത്. അതിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് എളുപ്പമല്ലേ. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാവുന്നൊരു സംഭവമാണ് ഈ ഹാൻഡ് വാഷ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ പിന്നെ കടയിൽ നിന്ന് പൈസ അല്ലാതെ കുറേ രൂപ മുടക്കി വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മൾ എന്നും വാങ്ങേണ്ട സോപ്പാണ്, കുളിക്കാൻ എന്നും വാങ്ങേണ്ട സോപ്പാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു സോപ്പ് മാറ്റി വെച്ച് ഒരു ഹാൻഡ് വാഷ് ഉണ്ടാക്കി നമുക്ക് കുറേ കാലം ഉപയോഗിക്കാമല്ലോ നമുക്ക്. ഇപ്പോൾ കാശ് നമ്മുടെ സോപ്പ് പുഴ ഫുള്ള് നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് ചെയ്യാനുള്ള വെച്ചാൽ നമ്മൾ ഗ്യാസിൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൽ നമ്മുടെ ഈ സോപ്പ് ഇട്ട് മെൽറ്റാക്കി എടുക്കണം. അതിനും ഗ്യാസ് മേലെ വെക്കാനും ഞാൻ എടുക്കുന്നത് പഴയ പാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു പഴയ പാത്രം എടുത്തിട്ടുണ്ട്. ഇത് 2 സെക്ഷനായി ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 750 ml വെള്ളം എടുത്തിട്ടുണ്ടത്. നമുക്ക് പാത്രത്തിലേക്ക് ഒഴിക്കാം. ചൂടായത് അതിപ്പോൾ നമ്മൾ വെച്ച വെള്ളം ഇപ്പം നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ക്യാമറമേൽ നീരാവി വന്നിട്ട് കാണാത്താണ്. ഇനി നമുക്ക് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച നമ്മളെ സോപ്പ് ഉണ്ടല്ലോ, അത് നമുക്ക് ആ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മളെ സോപ്പ് ഇതിലിപ്പോൾ അലിഞ്ഞ് ചേരണം. എന്നിട്ട് നമുക്ക് അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഇതിപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഗ്ലിസറിൻ ചേർത്തതാണ്. ഇനി നമുക്ക് സെറ്റാൻ വെക്കാം. ഒരു രാത്രി ഫുള്ള് സെറ്റാൻ വെക്കാം. അപ്പം ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് ഗ്ലിസറിൻ ഉള്ളത് ചെയ്യാം. ഇപ്പോൾ നമ്മളെ വെള്ളം ഇപ്പം നല്ല തിളച്ച് നല്ല സോപ്പ് അതിലിപ്പോൾ ലയിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ നമുക്ക് ഒരു ഗ്ലിസറിന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കുറച്ച് ടീസ്പൂൺ ഗ്ലിസറിന് എല്ലായിടത്തും എത്തിക്കുക. നല്ല ഗ്ലിസറിന് എല്ലായിടത്തും മിക്സ് ആകുന്ന രീതിയിൽ നല്ല മിക്സ് ആക്കുക. ഇതിപ്പോൾ ഗ്ലിസറിൻ ചേർത്ത ഹാൻഡ് വാഷാണ്. അത് ഗ്ലിസറിൻ ചേർക്കാത്തത്. അപ്പോൾ നമ്മൾ രണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഗ്ലിസറിൻ ചേർക്കാത്തത്. നമുക്ക് നാളെ നോക്കാം. അപ്പം ഇന്ന് ഞാൻ രാത്രി ചെയ്യേണ്ടത് ഒരു 10 മണിക്കൂർ, ഏകദേശം 10-11 മണിക്കൂർ നമുക്കിത് ഇവിടെ സെറ്റ് ആവാൻ വെക്കുക. അപ്പോൾ എന്നിട്ട് നാളെ രാവിലെ നമുക്ക് നോക്കുമ്പോൾ അതിന്റെ വ്യത്യാസം എന്തൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്ലിസറിൻ ചേർക്കാത്തത്. ഇത്
ഇത് രണ്ടും അപേക്ഷിച്ച് ഇതൊന്നുകൂടി സോഫ്റ്റാണ്. അത് കുറച്ചും കൂടെ ഹാർഡാണ്. രണ്ടും നോക്കുമ്പോൾ ഇത് കുറച്ച് സോഫ്റ്റാണ്, ഇത് ഹാർഡാണ്. ഇത് ഗ്ലിസറിൻ ചേർത്താണിത്. ഇതൊരു കുറച്ചൊക്കെ ഒരു ഹാർഡുണ്ട്. പക്ഷേ ഇതങ്ങനെ ഗ്ലിസറിൻ ചേർക്കാത്ത സോഫ്റ്റാണ്. ഇത് നമുക്ക് ഇനി ഒന്ന് മിക്സ് ചെയ്ത് നോക്കട്ടെ. അത് ഇപ്പോൾ ഞാൻ കട്ട് ചെയ്യാണ്ടിരിക്കുന്നത് നമ്മൾ മിക്സ് ആക്കി ഒന്ന് ലൂസാക്കും. നമുക്ക് നല്ല ഉടച്ച് നല്ല ഇത് രണ്ടും കൂടി ഒന്ന് നല്ല മിക്സാക്കി ഒരു ലൂസ് ലോഷൻ പോലെ എടുക്കാം. ഒരു ലൂസ് നല്ല ലൂസ് ഉണ്ട്. ഇനി ഗ്ലിസറിൻ ചേർത്തത് എങ്ങനെ നോക്കാം നമുക്ക്. അതിങ്ങനെ ഒരു ലൂസ് പോലെയാണ്. അതിപ്പോൾ നമ്മൾ ഗ്ലിസറിൻ ചേർത്താണ്. ഇതൊന്ന് ഭയങ്കര കുറച്ച് ഹാർഡാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഇതും അതേമാതിരി ഒന്ന് കുറച്ച് നോക്കാം. അതിപ്പോൾ നമ്മുടെ അടുത്ത് ഈ ചെറിയൊരു കുപ്പിയുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിലാക്കിയതാണ്. ഇനി അത് സാധനം കുറേ ഉണ്ട് ബാക്കി ആക്കാനുള്ളത്. ഇതിപ്പോൾ ഗ്ലിസറിൻ ചേർത്തതാണ്. ഗ്ലിസറിൻ ചേർക്കാൻ രണ്ടും വ്യത്യാസമൊന്നുമില്ല. ഒന്ന് ലൂസും ഒന്ന് ടൈറ്റും ആണ്. ഇത് കുറച്ച് ടൈറ്റും ഉള്ളതാ. ഇതിങ്ങനെ ഉണ്ടാ. പക്ഷെ ഗ്ലിസറിൻ ചേർത്തത് ഇങ്ങനെയാണ്, ഒരു ടൈറ്റ് പോലുള്ളതാണ്. അല്ലാത്തത് കുറച്ചും കൂടി ലൂസാണ്. ഗ്ലിസറിൻ വേണം നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ കണ്ട നിങ്ങൾക്ക് ഒരു 25-30 രൂപേൻ്റെ ലക്സ്, ആ ലക്സ് സോപ്പ് കൊണ്ട് നമുക്ക് ഒരു വർഷം ഉപയോഗിക്കാനുള്ള ഒരു ഫാമിലിക്ക് ഉപയോഗിക്കാനുള്ള ഹാൻഡ് വാഷ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ബൈ ബൈ.